ഹലോ ഗൈസ്, താങ്ക്സ് ഫോർ ചെക്കിംഗ് ബാക്ക് ഓൺ മൈ ചാനൽ മിസ്റ്റർ ഷെഫ്. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സൗത്ത് ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളതും വളരെ ടേസ്റ്റിയുമായുള്ള എണ്ണ കത്രിക്കയുടെ റെസിപ്പിയാണ്. നമ്മുടെ കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് എണ്ണ കത്രിക്കായി. നമുക്ക് ചിലപ്പോഴും ചില വെജിറ്റേറിയൻ ഡിഷസ് നമ്മുടെ നോൺ വെജിന്റെ അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നാറില്ലേ? അങ്ങനെ തോന്നുന്ന ഒരു ഡിഷാണ് ഈ എണ്ണ കത്രിക്കായി. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെയും പൊറോട്ടയുടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചോയ്സ് ആണ്. നിങ്ങൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നോൺ വെജ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം മസ്റ്റായി ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു അടിപൊളി ഡിഷാണിത്. കേസ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. കേസ് ആദ്യമായി ഇതിന് സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. അടുത്ത ഇതിലേക്ക് നമുക്കൊരു 50 ml നല്ലെണ്ണ ഒഴിക്കാം. നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ 2 ടേബിൾ സ്പൂൺ പീനട്ട്സ്, 8 മുഴുവൻ ഇതെല്ലാം കൊണ്ടിട്ട് ചെറുതായിട്ടൊന്ന് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത ഒരു സവോള, ഒരു തക്കാളി, നെല്ലിക്ക വലിപ്പത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ 25 ഗ്രാം വാളംപുളി, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഐറ്റംസ് എല്ലാം ഒരു പകുതി വേവായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ നമുക്കിടാം. തേങ്ങ കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാവുന്ന മാതിരി നമ്മളിട്ട ഐറ്റംസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടുത്തായി നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരാം. അടുത്ത സ്റ്റൗ ഓൺ ആക്കിയിട്ട് സെയിം പാനിലേക്ക് നമുക്ക് വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ നമുക്ക് പാനിലേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് നടുവേ കട്ട് ചെയ്ത 8 വലിയ വെളുത്തുള്ളി, 15 കുഞ്ഞുള്ളിയും കൂടെ നമുക്ക് ഇട്ടതിന് ശേഷം 2 കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ചെറുതായിട്ടൊന്ന് കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറിയ സൈസുള്ള വഴുതനങ്ങ 4ആയി കട്ട് ചെയ്ത് നമുക്ക് ഒരു 1/2 കിലോ പാനിലേക്ക് ഇടാം. പാനിലേക്ക് ഇട്ടതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അടുത്തതായിട്ട് പാനിൻ്റെ ലിഡ് വെച്ചതിന് ശേഷം വഴുതനങ്ങ ഒരു പകുതി കുക്കാന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വഴുതനങ്ങ ഇവിടെ ഒരു പകുതി വേവായിട്ടുണ്ട്. അടുത്തായി നമ്മൾ ഉണ്ടാക്കിയ മസാല ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് അരച്ച മസാലയുടെ കൂടെ തന്നെ പാത്രം കഴിയുക 1/2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ലാഡിൽ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സോസ് നന്നായി തിളച്ച് കഴിയുമ്പോൾ പാനിൻ്റെ ലിഡ് വെച്ച് സ്റ്റൗവിൻ്റെ ഫ്ലെയിം സിമ്മറിലേക്ക് ഇട്ട് നമുക്കൊരു 15 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഒഴിച്ച നല്ലെണ്ണ മുകളിലേക്ക് തെളിഞ്ഞ് വരുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഗൈസ്, എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്സ് കൊടുക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനും വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ആവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഗൈസ്, അങ്ങനെ നമ്മളൊരു 20 മിനിറ്റ് നേരം സിമ്മറിലിട്ട് നമ്മളുടെ എണ്ണ കത്രിക്കയെ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ഓയിലൊക്കെ നന്നായി തിളച്ച് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതുമാതിരി നമ്മളുടെ എഗ് പ്ലാന്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മളുടെ എണ്ണ കത്രിക നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നോൺ വെജ് ഡിഷിൻ്റെ ടേസ്റ്റ് കിട്ടുന്ന നല്ല അടിപൊളി ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ വീഗൻ ഫുഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതിനകത്ത് നമുക്ക് ഡയറി ഒന്നും ഇല്ല. അപ്പോൾ വെജിറ്റേറിയൻ അല്ലെങ്കിൽ വീഗൻ ഈവൻ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അതുമാതിരി നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിനും നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ നിങ്ങൾ ഒരു ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.